പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുടുംബശ്രീ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ്. ഇതിൽ PSC ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പ്രാദേശിക സാമ്പത്തിക വികസനം എന്നിവ ലക്ഷ്യമാക്കി കേരള ഗവൺമെന്റിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷന്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പ്രാദേശിക സാമ്പത്തിക വികസനം എന്നിവ. അപ്പോൾ ഇവയെ ലക്ഷ്യമാക്കി കേരള ഗവൺമെന്റിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷന്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് കുടുംബശ്രീ. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് 1998 മെയ് 17-നാണ്. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത വ്യക്തി AB വാജ്പേയി ആണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറം കോട്ടക്കുന്ന് എന്ന സ്ഥലത്താണ്. അപ്പോൾ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് 1998 മെയ് 17-നാണ്. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് AB വാജ്പേയി ആണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറമാണ്. മലപ്പുറത്തെ കോട്ടക്കുന്ന് എന്ന സ്ഥലത്താണ്. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും സഹകരണത്തോടെയാണ് കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും സഹകരണത്തോടെയാണ് കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന പേരിലാണ്. അപ്പോൾ കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന പേരിലാണ്. കുടുംബശ്രീ എന്ന വാക്കിന്റെ അർത്ഥം കുടുംബത്തിന്റെ ഐശ്വര്യം എന്നാണ്, അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഓഫ് ഫാമിലി. കുടുംബശ്രീ എന്ന വാക്കിന്റെ അർത്ഥം കുടുംബത്തിന്റെ ഐശ്വര്യം എന്നാണ്. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും എത്തിച്ചേരുക എന്നതാണ് കുടുംബശ്രീയുടെ മുദ്രാവാക്യം. അപ്പോൾ കുടുംബശ്രീയുടെ മുദ്രാവാക്യം എന്നത് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും എത്തിച്ചേരുക എന്നതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും സഹായത്തോടെയാണ് കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന പേരിലാണ്. കുടുംബശ്രീ എന്ന വാക്കിന്റെ അർത്ഥം കുടുംബത്തിന്റെ ഐശ്വര്യം, അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഓഫ് ഫാമിലി എന്നാണ്. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും എത്തിച്ചേരുക എന്നതാണ് കുടുംബശ്രീയുടെ മുദ്രാവാക്യം. അയൽക്കൂട്ടങ്ങൾ, ADS, CDS എന്നിവ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടുംബശ്രീ എന്ന് പറയുന്നത് ഒരു ത്രിതല സംവിധാനമാണ്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് അയൽക്കൂട്ടമാണ്. രണ്ടാമത്തത് അല്ലെങ്കിൽ മധ്യതലത്തിലുള്ളതാണ് മേഖലാ വികസന സൊസൈറ്റി അഥവാ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. അതിനെയാണ് നമ്മൾ ADS എന്ന് പറയുന്നത്. അത് മേഖലാ വികസന സൊസൈറ്റിയാണ്. മൂന്നാമത്തേത് കമ്മ്യൂണിറ്റി വികസന സൊസൈറ്റി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി. അതിനെ CDS എന്ന് പറയുന്നു. അപ്പോൾ കുടുംബശ്രീ ഒരു ത്രിതല സംവിധാനമാണ്. ഒന്നാമത്തേത് അയൽക്കൂട്ടം, രണ്ടാമത്തേത് ADS അഥവാ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, മൂന്നാമത്തേത് CDS അഥവാ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി. കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അയൽക്കൂട്ടമാണ്. അപ്പോൾ അയൽക്കൂട്ടം എന്നതാണ് കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അയൽക്കൂട്ടങ്ങളുടെ വാർഡ് തലത്തിലുള്ള സംഘം അറിയപ്പെടുന്നതാണ് മേഖലാ വികസന സൊസൈറ്റി അഥവാ ADS. അയൽക്കൂട്ടങ്ങളുടെ വാർഡ് തലത്തിലുള്ള സംഘടന അറിയപ്പെടുന്നതാണ് മേഖലാ വികസന സൊസൈറ്റി. എന്നാൽ കുടുംബശ്രീയുടെ ഏറ്റവും ഉയർന്നതും പഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റി തലത്തിൽ പ്രവർത്തിക്കുന്നതുമായ സംഘം അറിയപ്പെടുന്നതാണ് കമ്മ്യൂണിറ്റി വികസന സൊസൈറ്റി അഥവാ CDS എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ. അപ്പോൾ അയൽക്കൂട്ടങ്ങളുടെ വാർഡ് തലത്തിലുള്ള സംഘം അറിയപ്പെടുന്നതാണ് ADS അഥവാ മേഖലാ വികസന സൊസൈറ്റി എന്നും, എന്നാൽ കുടുംബശ്രീയുടെ ഏറ്റവും ഉയർന്നതും പഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റി തലത്തിൽ പ്രവർത്തിക്കുന്നതുമായ സംഘം അറിയപ്പെടുന്നതാണ് കമ്മ്യൂണിറ്റി വികസന സൊസൈറ്റി അഥവാ CDS. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ. കേരള സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടാക്സി സർവീസ് ആണ് ഷീ ടാക്സി. അപ്പോൾ കേരള സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ടാക്സി സർവീസ് ആണ്
ഷീ ടാക്സി. ഷീ ടാക്സി ആരംഭിച്ചത് 2013 നവംബർ 19 തിരുവനന്തപുരത്താണ്. അപ്പോൾ ഷീ ടാക്സി ആരംഭിച്ചത് 2013 നവംബർ 19 തിരുവനന്തപുരത്ത്. ഷീ ടാക്സിയുടെ അംബാസിഡറാണ് മഞ്ജു വാര്യർ. ഷീ ടാക്സിയുടെ അംബാസിഡറാണ് മഞ്ജു വാര്യർ. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ അറിയപ്പെടുന്ന പേരാണ് സ്ത്രീ ശക്തി. അപ്പോൾ കേരള സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടാക്സി സർവീസ് ആണ് ഷീ ടാക്സി. ഷീ ടാക്സി ആരംഭിച്ചത് 2013 നവംബർ 19 തിരുവനന്തപുരത്താണ്. ഷീ ടാക്സിയുടെ അംബാസിഡർ മഞ്ജു വാര്യർ. കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് സ്ത്രീ ശക്തി. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തിവരുന്ന പ്രത്യേക സ്കൂളുകൾ അറിയപ്പെടുന്നതാണ് ബഡ്സ് സ്കൂളുകൾ. അപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തിവരുന്ന പ്രത്യേക സ്കൂളുകളാണ് ബഡ്സ് സ്കൂളുകൾ. കുടുംബശ്രീയുടെ ആദ്യത്തെ ബഡ്സ് സ്കൂൾ സ്ഥാപിതമായത് ബെങ്ങാനൂരിലാണ്. 2004 തിരുവനന്തപുരത്തെ ബെങ്ങാനൂരിലാണ് കുടുംബശ്രീയുടെ ആദ്യത്തെ ബഡ്സ് സ്കൂൾ സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്താണ് ബെങ്ങാനൂർ എന്ന് പറയുന്നത്. ബഡ്സ് സ്കൂളുകളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി തിരുവനന്തപുരം ജില്ലാ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹിക പിന്തുണാ പദ്ധതിയാണ് മുകുളം. അപ്പോൾ ബഡ്സ് സ്കൂളുകളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി തിരുവനന്തപുരം ജില്ലാ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹിക പിന്തുണാ പദ്ധതിയാണ് മുകുളം. അപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തിവരുന്ന പ്രത്യേക സ്കൂളുകളാണ് ബഡ്സ് സ്കൂളുകൾ. കുടുംബശ്രീയുടെ ആദ്യത്തെ ബഡ്സ് സ്കൂൾ സ്ഥാപിതമായത് തിരുവനന്തപുരത്തെ ബെങ്ങാനൂർ എന്ന സ്ഥലത്താണ് 2004. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്താണ് ബെങ്ങാനൂർ. ബഡ്സ് സ്കൂളുകളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി തിരുവനന്തപുരം ജില്ലാ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹിക പിന്തുണാ പദ്ധതിയാണ് മുകുളം. സ്ത്രീകളുടെ സുരക്ഷിത യാത്ര ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടാക്സി സേവനമാണ് കുടുംബശ്രീ ട്രാവൽസ്. സ്ത്രീകളുടെ സുരക്ഷിത യാത്ര ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടാക്സി സർവീസ് ആണ് കുടുംബശ്രീ ട്രാവൽസ്. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. ജീവിതശൈലി രോഗനിർണയവും കിടപ്പ് രോഗികൾക്ക് മെച്ചപ്പെട്ട നഴ്സിംഗ് സംവിധാനവും നൽകുന്ന ആരോഗ്യ മേഖലയിലെ കുടുംബശ്രീയുടെ പ്രധാന പദ്ധതിയാണ് സാന്ത്വനം. അപ്പോൾ സാന്ത്വനം എന്ന് പറയുന്നത് എന്താണ്? ജീവിതശൈലി രോഗനിർണയവും കിടപ്പ് രോഗികൾക്ക് മെച്ചപ്പെട്ട നഴ്സിംഗ് സംവിധാനവും നൽകുന്ന ആരോഗ്യ മേഖലയിലെ കുടുംബശ്രീയുടെ പ്രധാന പദ്ധതിയാണ് സാന്ത്വനം. നിരാലംബരായ അഗതി കുടുംബങ്ങളെ തിരിച്ചറിയുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ. 2002 ഇത് ആരംഭിച്ചത്. അപ്പോൾ നിരാലംബരായ അഗതി കുടുംബാംഗങ്ങളെ തിരിച്ചറിയുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ. 2002 ആരംഭിച്ചത്. യൂണിസെഫിന്റെ സഹായത്തോടെ കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാമാണ് മീനയുടെ ലോകം. യൂണിസെഫിന്റെ സഹായത്തോടെ കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാമാണ് മീനയുടെ ലോകം. ലിറ്ററിന് 1 രൂപ നിരക്കിൽ കുടിവെള്ളം നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് തീർത്ഥം. ലിറ്ററിന് 1 രൂപ നിരക്കിൽ കുടിവെള്ളം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം. മുഖ്യമന്ത്രിയുടെ ലീപ് മിഷൻ അഥവാ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കുടുംബശ്രീയിലൂടെ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അതിജീവനം കേരളീയം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ലീപ് മിഷന്റെ ഭാഗമായി കുടുംബശ്രീയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അതിജീവനം കേരളീയം. നിരാലംബരായ അഗതി കുടുംബങ്ങളെ തിരിച്ചറിയുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമായുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ആശ്രയ. യൂണിസെഫിന്റെ സഹായത്തോടെ കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാമാണ് മീനയുടെ ലോകം. ലിറ്ററിന് 1 രൂപ നിരക്കിൽ കുടിവെള്ളം നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് തീർത്ഥം. മുഖ്യമന്ത്രിയുടെ ലീപ് മിഷൻ ഭാഗമായി കുടുംബശ്രീയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അതിജീവനം കേരളീയം. കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിനും വിപണനത്തിനുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സമഗ്ര. കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിനും വിപണനത്തിനുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സമഗ്ര.
കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിൽ എത്തുന്ന അരിയാണ് ഗ്രാമശ്രീ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിൽ എത്തുന്ന അരിയാണ് ഗ്രാമശ്രീ. കുടുംബശ്രീ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും സാക്ഷരതാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ ആരംഭിച്ച സാക്ഷരതാ പദ്ധതിയാണ് സമ. കുടുംബശ്രീ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും സാക്ഷരതാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ ആരംഭിച്ച സാക്ഷരതാ പദ്ധതിയാണ് സമ. ട്രാൻസ്ജെൻഡേഴ്സ് ആരംഭിച്ച ആദ്യ അയൽക്കൂട്ടമാണ് മനസ്വിനി. കോട്ടയത്താണ് ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത്. അപ്പോൾ ട്രാൻസ്ജെൻഡർ ആരംഭിച്ച ആദ്യ അയൽക്കൂട്ടമാണ് മനസ്വിനി, കോട്ടയം. കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അയൽക്കൂട്ടങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഡിജിറ്റലാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിനാണ് ശ്രീ ഇ പേ. ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമസഹായം, ആരോഗ്യ സംരക്ഷണം എന്നിവ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് തൊഴിൽ നൽകാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. അപ്പോൾ കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അയൽക്കൂട്ടങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഡിജിറ്റലാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിനാണ് ശ്രീ ഇ പേ. ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമസഹായം, ആരോഗ്യ സംരക്ഷണം എന്നിവ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് തൊഴിൽ നൽകാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായ ഹസ്തം. അയൽക്കൂട്ട അംഗങ്ങളുടെ സുരക്ഷയ്ക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനുമായി കുടുംബശ്രീ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം. കുടുംബശ്രീ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് ഇനി പറയുന്നത്. സാമ്പത്തിക ശാക്തീകരണം, സാമൂഹിക ശാക്തീകരണം, വനിതാ ശാക്തീകരണം, ദാരിദ്ര്യ ലഘൂകരണം. അപ്പോൾ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സഹായ ഹസ്തം. എന്നാൽ കുടുംബശ്രീ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത് ജീവൻ ദീപമാണ്. കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ സാമ്പത്തിക ശാക്തീകരണം, സാമൂഹിക ശാക്തീകരണം, വനിതാ ശാക്തീകരണം, ദാരിദ്ര്യ ലഘൂകരണം എന്നിവയാണ്. കേന്ദ്ര സർക്കാരിന്റെ നഗര കേന്ദ്രീകൃത ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികളുടെ നോഡൽ ഏജൻസിയായി കുടുംബശ്രീ പ്രവർത്തിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നഗര കേന്ദ്രീകൃത ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികളുടെ നോഡൽ ഏജൻസിയായി കുടുംബശ്രീ പ്രവർത്തിക്കുന്നു. ഉദാഹരണം സംയോജിത ചേരി വികസന പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. ഈ രണ്ട് പദ്ധതികൾ. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് നിലവിൽ വന്നത് 2006 ജനുവരി 30-നാണ്. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് നിലവിൽ വന്നത് 2006 ജനുവരി 30-നാണ്. കേരള സംസ്ഥാന സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് സ്ഥാപിച്ചത് 2017-ലാണ്. അടുത്ത കുറച്ച് വർഷങ്ങളാണ്. ഹിന്ദു മാരേജ് ആക്ട് പാസാക്കിയ വർഷം 1955. ഇന്ത്യയിൽ ഗർഭഛിദ്ര നിയന്ത്രണ പദ്ധതി നിലവിൽ വന്ന വർഷം 1972. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സതി നിരോധന നിയമം പാസാക്കിയ വർഷം 1829. സതി നിരോധന നിയമം പാസാക്കിയ ഗവർണർ ജനറൽ വില്യം ബെന്റിക്. സ്വതന്ത്ര ഇന്ത്യയിലെ സതി നിരോധന നിയമം നിലവിൽ വന്നത് 1987. അപ്പോൾ ഈ വർഷങ്ങൾ ഒരിക്കൽ കൂടെ നോക്കാം. ഹിന്ദു മാരേജ് ആക്ട് പാസാക്കിയ വർഷം 1955. ഇന്ത്യയിൽ ഗർഭഛിദ്ര നിയന്ത്രണ പദ്ധതി നിലവിൽ വന്ന വർഷം 1972. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സതി നിരോധന നിയമം പാസാക്കിയ വർഷം 1829. സതി നിരോധന നിയമം പാസാക്കിയ ഗവർണർ ജനറൽ വില്യം ബെന്റിക് ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ സതി നിരോധന നിയമം നിലവിൽ വന്നത് 1987-ലാണ്. കുടുംബശ്രീ പദ്ധതിയുമായിട്ട് പറഞ്ഞ എല്ലാ പോയിന്റുകളും ഒരിക്കൽ കൂടെ നോക്കാം. സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പ്രാദേശിക സാമ്പത്തിക വികസനം എന്നിവ ലക്ഷ്യമാക്കി കേരള ഗവൺമെന്റിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷന്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് കുടുംബശ്രീ. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് 1998 മെയ് 17-നാണ്. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉദ്ഘാടനം ചെയ്തത്. AB വാജ്പേയി ആണ്.
കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ആദ്യത്തെ ജില്ല മലപ്പുറത്തെ കോട്ടക്കുന്ന് എന്ന സ്ഥലത്തിലാണ്. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും സഹായത്തോടെയാണ് കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് പേരിലാണ്? സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന പേരിലാണ്. കുടുംബശ്രീ എന്ന വാക്കിന്റെ അർത്ഥം കുടുംബത്തിന്റെ ഐശ്വര്യം അഥവാ പ്രോസ്പെരിറ്റി ഓഫ് ഫാമിലി എന്നാണ്. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും എത്തിച്ചേരുക എന്നതാണ് കുടുംബശ്രീയുടെ മുദ്രാവാക്യം. അയൽക്കൂട്ടങ്ങൾ, ADS, CDS എന്നിവ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബശ്രീ എന്താണ്? ഒരു ത്രിതല സംവിധാനമാണ്. ഒന്നാമതായി അയൽക്കൂട്ടം, 2 മേഖലാ വികസന സൊസൈറ്റി, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, അതിനെ ADS എന്ന് പറയാം. മൂന്നാമതായി കമ്മ്യൂണിറ്റി വികസന സൊസൈറ്റി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി, അതിനെ CDS എന്ന് പറയാം. കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അയൽക്കൂട്ടമാണ്. അയൽക്കൂട്ടങ്ങളുടെ വാർഡ് തലത്തിലുള്ള സംഘം അറിയപ്പെടുന്നത് മേഖലാ വികസന സൊസൈറ്റി അഥവാ ADS എന്നാണ്. എന്നാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘം അറിയപ്പെടുന്നതാണ് കമ്മ്യൂണിറ്റി വികസന സൊസൈറ്റി അഥവാ CDS എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു സംഘമാണ് CDS എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ. കേരള സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടാക്സി സർവീസാണ് ഷീ ടാക്സി. ഷീ ടാക്സി ആരംഭിച്ചത് 2013 നവംബർ 19 തിരുവനന്തപുരത്താണ്. ഷീ ടാക്സിയുടെ അംബാസിഡർ മഞ്ജു വാര്യറാണ്. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ അറിയപ്പെടുന്ന പേര് സ്ത്രീ ശക്തി എന്നാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തിവരുന്ന പ്രത്യേക സ്കൂളുകൾ അറിയപ്പെടുന്നതാണ് ബഡ് സ്കൂളുകൾ. അപ്പോൾ കുടുംബശ്രീയുടെ ആദ്യത്തെ ബഡ് സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ്? വെങ്ങാനൂര്, തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് 2004. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്താണ് വെങ്ങാനൂർ. ബഡ് സ്കൂളുകളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തിരുവനന്തപുരം ജില്ലാ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹിക പിന്തുണാ പദ്ധതിയാണ് മുകുളം. സ്ത്രീകളുടെ സുരക്ഷിത യാത്ര ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ്. കുടുംബശ്രീ ആരംഭിച്ച ഖര മാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. ജീവിതശൈലി രോഗനിർണയവും കിടപ്പ് രോഗികൾക്ക് മെച്ചപ്പെട്ട നഴ്സിംഗ് സംവിധാനവും നൽകുന്ന ആരോഗ്യ മേഖലയിലെ കുടുംബശ്രീയുടെ പ്രധാന പദ്ധതിയാണ് സാന്ത്വനം. നിരാലംബരായ അഗതി കുടുംബങ്ങളെ തിരിച്ചറിയുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ആശ്രയ. 2002 ആശ്രയ പദ്ധതി രൂപീകരിച്ചത്. യൂണിസെഫിന്റെ സഹായത്തോടെ കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാമാണ് മീനയുടെ ലോകം. റേഡിയോ പ്രോഗ്രാമാണ് മീനയുടെ ലോകം. ലിറ്ററിന് 1 രൂപ നിരക്കിൽ കുടിവെള്ളം നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് തീർത്ഥം. മുഖ്യമന്ത്രിയുടെ ലീപ് മിഷൻ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കുടുംബശ്രീയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അതിജീവനം കേരളീയം. കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിനും വിപണനത്തിനുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സമഗ്ര. കാർഷിക ഉൽപാദനത്തിന്റെയും വിപണനത്തിനു വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സമഗ്ര. എന്നാൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിലെത്തുന്ന അരി അറിയപ്പെടുന്നതാണ് ഗ്രാമശ്രീ. അരിയുടെ പേരാണ് ഗ്രാമശ്രീ. കുടുംബശ്രീ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും സാക്ഷരതാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ ആരംഭിച്ച സാക്ഷരതാ പദ്ധതിയാണ് സമ. സാക്ഷരതാ പദ്ധതി സമ. ട്രാൻസ്ജെൻഡേഴ്സ് ആരംഭിച്ച ആദ്യ അയൽക്കൂട്ടമാണ് മനസ്വിനി. അത് ആരംഭിച്ചത് കോട്ടയത്താണ്. ട്രാൻസ്ജെൻഡേഴ്സ് ആരംഭിച്ച ആദ്യത്തെ അയൽക്കൂട്ടമാണ് മനസ്വിനി, കോട്ടയം. കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അയൽക്കൂട്ടങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഡിജിറ്റലാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിനാണ് ശ്രീ ഇ-പേ. ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമസഹായം, ആരോഗ്യ സംരക്ഷണം എന്നിവ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമസഹായം, ആരോഗ്യ സംരക്ഷണം എന്നിവ നൽകുന്ന പദ്ധതിയാണ് സ്നേഹിത. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ലീപ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതാണ് അതിജീവനം കേരളീയം. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന കുടുംബശ്രീ പദ്ധതി കണക്ട് ടു വർക്ക്. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായ ഹസ്തം.
കുടുംബശ്രീ പ്രവർത്തകർക്കായി, അത് പ്രവർത്തിക്കുന്നവർക്കാണ്. കുടുംബശ്രീയിൽ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായ ഹസ്തം. അയൽക്കൂട്ട അംഗങ്ങളുടെ സുരക്ഷയ്ക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനുമായി കുടുംബശ്രീ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക ശാക്തീകരണം, സാമൂഹിക ശാക്തീകരണം, വനിതാ ശാക്തീകരണം, ദാരിദ്ര്യ ലഘൂകരണം. പ്രധാനമായി 4 ലക്ഷ്യങ്ങളാണ് പറയുന്നത്: സാമ്പത്തികം, സാമൂഹികം, വനിതാ ശാക്തീകരണം, ദാരിദ്ര്യ ലഘൂകരണം. കേന്ദ്ര സർക്കാരിന്റെ നഗര കേന്ദ്രീകൃത ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികളുടെ നോഡൽ ഏജൻസിയായി കുടുംബശ്രീ പ്രവർത്തിക്കുന്നു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് നിലവിൽ വന്നത് 2006 ജനുവരി 30-നാണ്. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് നിലയിൽ വന്നത് 2006 ജനുവരി 30-നാണ്. കേരള സംസ്ഥാന സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് സ്ഥാപിച്ചത് 2017-ലാണ്. ഹിന്ദു മാരേജ് ആക്ട് പാസാക്കിയ വർഷം 1955. ഇന്ത്യയിൽ ഗർഭഛിദ്ര നിയന്ത്രണ പദ്ധതി നിലവിൽ വന്ന വർഷം 1972. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സതി നിരോധന നിയമം പാസാക്കിയ വർഷം 1829. സതി നിരോധന നിയമം പാസാക്കിയ ഗവർണർ ജനറൽ വില്യം ബെന്റിക്. സ്വതന്ത്ര ഇന്ത്യയിൽ സതി നിരോധന നിയമം നിലവിൽ വന്നത് 1987-ലാണ്. അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് GK മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അത്രയും പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തെ ചോദ്യം, കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1998 മെയ് 17. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17. അടുത്ത ചോദ്യം, കുടുംബശ്രീ പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1999 ഏപ്രിൽ 1-നാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17-നും എന്നാൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് 1999 ഏപ്രിൽ 1-നുമാണ്. 1998 മെയ് 17-ന് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, AB വാജ്പേയി. 1998 മെയ് 17-ന് കുടുംബശ്രീ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? ഏത് ജില്ലയിലാണ് ഉദ്ഘാടനം നടന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മലപ്പുറത്താണ്. മലപ്പുറത്തെ കോട്ടക്കുന്ന് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഉദ്ഘാടനം നടന്നത്. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇതും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ നിലവിൽ വന്നത്. കുടുംബശ്രീ പദ്ധതി നിലവിൽ വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, EK നയനാർ ആണ് കുടുംബശ്രീ പദ്ധതി നിലവിൽ വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി. കുടുംബശ്രീ പദ്ധതി നിലവിൽ വരുമ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, പാലോളി മുഹമ്മദ് കുട്ടിയാണ് കുടുംബശ്രീ പദ്ധതി നിലവിൽ വരുമ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യം, കുടുംബശ്രീ പദ്ധതിയുടെ ആദ്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? കുടുംബശ്രീ പദ്ധതിയുടെ ആദ്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ജെയിംസ് വർഗീസ് ആണ് കുടുംബശ്രീ പദ്ധതിയുടെ ആദ്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. കുടുംബശ്രീയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച 1997 കേരള മുഖ്യമന്ത്രി EK നയനാർ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒരു സമഗ്ര പദ്ധതി രൂപീകരിക്കുന്നതിന് നിയമിച്ച 3-അംഗ ടാസ്ക് ഫോഴ്സിന്റെ തലവൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, തോമസ് ഐസക്. എന്നാൽ അതിലുള്ള മറ്റ് 2 അംഗങ്ങളെ നോക്കാം. SM വിജയാനന്ദ്, പ്രകാശ് ബക്ഷി. ഇവർ 3 പേരുമാണ് 3-അംഗ ടാസ്ക് ഫോഴ്സിന്റെ അംഗമായിരുന്നവര്. അതിൽ തലവനായിരുന്നത് തോമസ് ഐസക് ആണ്. മറ്റംഗങ്ങളാണ് SM വിജയാനന്ദ്, പ്രകാശ് ബക്ഷി. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണതിൽ. പ്രസ്താവനകൾ നോക്കാം. പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ പദ്ധതിയുടെ ആദ്യ മാതൃകകൾ സംഘടിപ്പിക്കപ്പെട്ടത് ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലാണ്. കുടുംബശ്രീ എന്ന വാക്ക് അർത്ഥമാക്കുന്നത് കുടുംബത്തിന്റെ ഐശ്വര്യം എന്നാണ്.
സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന പേരിലാണ് കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുടുംബശ്രീ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരും നബാർഡും ഫണ്ട് അനുവദിക്കുന്നുണ്ട്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ കുടുംബശ്രീയുടെ ആപ്തവാക്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബത്തിലൂടെ സമൂഹത്തിലേക്ക് എന്നതാണ് മുദ്രാവാക്യം. താഴെ തന്നിരിക്കുന്നതിൽ കുടുംബശ്രീ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യമായിട്ടുള്ളത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം, അതായത് സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പ്രാദേശിക സാമ്പത്തിക സാമൂഹിക വികസനം, ഇതെല്ലാം കുടുംബശ്രീ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നവയാണ്. താഴെ തന്നിരിക്കുന്നതിൽ കുടുംബശ്രീയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? ആൻസർ വരുന്നതും ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം. അയൽക്കൂട്ട തലത്തിൽ മിതവ്യയ സമ്പാദ്യ അഥവാ വായ്പാ പരിപാടികൾക്ക് നേതൃത്വം നൽകുക, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സഹായവും പ്രോത്സാഹനവും നൽകുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും സദ്ഭരണത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുക. തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കുടുംബശ്രീ സംഘടനാ സംവിധാനം എത്ര തലത്തിലായിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 3. ഇതൊരു ത്രിതല സംവിധാനമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. കുടുംബശ്രീയുടെ ത്രിതല സംഘടനാ സംവിധാനത്തിലെ ഏറ്റവും താഴെയുള്ളതും അടിസ്ഥാനവുമായ ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അയൽക്കൂട്ടമാണ് ഏറ്റവും താഴെയുള്ളതും അടിസ്ഥാനവുമായ ഘടകം എന്ന് പറയുന്നത്. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ മധ്യതലം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ADS, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി ആണ് ADS. അതാണ് മധ്യതലത്തിലുള്ളത്. കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന ഘടകം അല്ലെങ്കിൽ മേൽ ഘടകം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. CDS, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റീസ്. കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകമായ അയൽക്കൂട്ടത്തിൽ അംഗത്വം ലഭിക്കുന്നതിനുള്ള പ്രായം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ്. 18 വയസ്സ്. ഒരു അയൽക്കൂട്ടത്തിലെ അംഗങ്ങൾ എത്ര പേരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 10നും 20നും ഇടയ്ക്ക്. അയൽക്കൂട്ടത്തിൽ 10 മുതൽ 20 വരെ അംഗങ്ങൾ ആകാം. ഒരു വീട്ടിൽ നിന്ന് ഒരു വനിതയ്ക്ക് മാത്രമേ അയൽക്കൂട്ടത്തിൽ അംഗത്വം കിട്ടുകയുള്ളൂ. അപ്പോൾ കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകമായ അയൽക്കൂട്ടത്തിൽ അംഗത്വം ലഭിക്കുന്നതിനുള്ള പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. അതിൽ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 10നും 20നും ഇടയ്ക്കാണ്. അയൽക്കൂട്ടത്തിൽ 10 മുതൽ 20 വരെ അംഗങ്ങൾ ആകാം. പക്ഷെ ഒരു വീട്ടിൽ നിന്ന് ഒരു വനിതയ്ക്ക് മാത്രമേ അതിൽ അംഗത്വം കിട്ടുകയുള്ളൂ. മതിയായ കാരണങ്ങൾ ഇല്ലാതെയും അറിയിക്കാതെയും തുടർച്ചയായി ഒരംഗം എത്ര കാലം അയൽക്കൂട്ട യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാലാണ് സ്വയമേവ അംഗത്വം നഷ്ടമാകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 6 മാസം. അയൽക്കൂട്ട അംഗങ്ങൾ സമ്മേളിക്കേണ്ടത് എന്നാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രതിവാരം. എല്ലാ ആഴ്ചയിലും അയൽക്കൂട്ടം സമ്മേളിക്കേണ്ടതാണ്. അയൽക്കൂട്ട ഭരണ സമിതിയിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്. 5. പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെ ഒരു അയൽക്കൂട്ട ഭരണ സമിതിയിൽ ആകെ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അയൽക്കൂട്ട ഭരണ സമിതിയുടെ കാലാവധി എത്ര വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 വർഷമാണ് അയൽക്കൂട്ട ഭരണ സമിതിയുടെ കാലാവധി എന്ന് പറയുന്നത്. 3 വർഷമാണ്. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ്. 11. ADSന് കീഴിലുള്ള അയൽക്കൂട്ടങ്ങളുടെ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ADS പൊതുസഭ. ADS പൊതുസഭയാണ് ADS ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. കുടുംബശ്രീ സംവിധാനത്തിൽ ADS ഭരണസമിതിയുടെ കാലാവധി എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 വർഷമാണ് കുടുംബശ്രീ സംവിധാനത്തിൽ ADS ഭരണസമിതിയുടെ കാലാവധി. അയൽക്കൂട്ടങ്ങൾ, ADS എന്നീ ഘടകങ്ങളുടെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വാർഡ് മെമ്പറാണ് അയൽക്കൂട്ടങ്ങൾ, ADS എന്നീ ഘടകങ്ങളുടെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നത് വാർഡ് മെമ്പറാണ്. കുടുംബശ്രീ സംവിധാനത്തിലെ മേൽഘടകമായ CDS ഭരണസമിതി അംഗങ്ങളുടെ കാലാവധി എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 വർഷം. കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കല്യാശ്ശേരിയിലാണ് കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടത്.
കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം മനസ്വിനി രൂപീകരിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കോട്ടയം. 6 മാസത്തിനും 3 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളുടെ പോഷക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ നടത്തിവരുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അമൃതം. നിരാലംബരായ കുടുംബങ്ങളെ കണ്ടെത്തി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആശ്രയ. ആശ്രയ എപ്പോഴാണ് നിലവിൽ വന്നത്? 2002 കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള മൈക്രോ ഹൗസിംഗ് വായ്പാ പദ്ധതി അല്ലെങ്കിൽ ഭവന പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഭവനശ്രീ. കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി നടത്തിവരുന്ന പ്രത്യേക സ്കൂളാണ് ബഡ്സ്. കൃഷിഭൂമി പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഹരിതശ്രീ. ചെറുകിട സംരംഭങ്ങൾ ലാഭകരമാക്കി എടുക്കുന്നതിന് കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി ആണ് ജീവനം ഉപജീവനം. അക്രമത്തിന് ഇരയായവർക്ക് 24 മണിക്കൂറും സഹായത്തിനായി വിളിക്കാവുന്ന കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്? ആൻസർ ഓപ്ഷൻ സി ആണ് സ്നേഹിത. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഖരമാലിന്യ സംസ്കരണ പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി ആണ് തെളിമ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിതരണ ശൃംഖലകളെ വികസിപ്പിക്കുക, ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി? ആൻസർ ഓപ്ഷൻ എ ആണ് സമഗ്ര. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ? ആൻസർ ഓപ്ഷൻ സി ആണ് ശ്രീ ശക്തി. കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാം? ആൻസർ ഓപ്ഷൻ എ ആണ് മീന. കുടുംബശ്രീയുടെ ഡ്രാമ ഗ്രൂപ്പ്? ആൻസർ ഓപ്ഷൻ സി ആണ് രംഗശ്രീ. താഴെ തന്നിരിക്കുന്ന ഏത് പദ്ധതിയുടെ ഭാഗമായാണ് ആശാ വർക്കർ നിയമിക്കപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ദേശീയ ആരോഗ്യ മിഷൻ. ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായി ഓരോ വില്ലേജിലും ഭാരത സർക്കാരിനാൽ നിയമിക്കപ്പെടുന്ന അംഗീകൃത ആരോഗ്യ പ്രവർത്തകർ അഥവാ ആശാ വർക്കർ എന്നറിയപ്പെടുന്നു. ഇവരുടെ ഓണറ്റേറിയം സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായി ആശ എന്ന സന്നദ്ധ സംഘം രൂപീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2005 ആശ എന്ന സന്നദ്ധ സംഘം രൂപീകരിച്ചത്. താഴെ തന്നിരിക്കുന്നതിൽ ആശാ വർക്കറുടെ ഉത്തരവാദിത്വത്തിൽ പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് മാതൃ ശിശു സംരക്ഷണ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുക, കുടുംബാസൂത്രണ മാർഗങ്ങൾ ഉറപ്പാക്കുക, പകർച്ചവ്യാധി നിയന്ത്രണം, ഇതെല്ലാം ആശാ വർക്കറുടെ ഉത്തരവാദിത്തത്തിൽ ഉൾപ്പെടുന്നതാണ്. 2022 ലോകാരോഗ്യ സംഘടനയുടെ പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യയിലെ സന്നദ്ധ സംഘടനയാണ്? ഓപ്ഷൻ സി ആശ. കുഞ്ഞുങ്ങളുടെ പോഷകാഹാരക്കുറവ്, പട്ടിണി എന്നിവ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതി? ആൻസർ ഓപ്ഷൻ ഡി ആണ് അംഗൻവാടി. 1975 ഒക്ടോബർ 2 കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ സംയോജിത ശിശു വികസന സേവന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അംഗൻവാടികൾ രൂപീകരിക്കപ്പെട്ടത്. നവജാത ശിശു മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യം, പോഷകാഹാരം എന്നിവയിൽ ശ്രദ്ധ നൽകുന്നതിനും കൗമാരക്കാരായ പെൺകുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരുടെ പോഷക ആഹാരക്കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ്സിന്റെ PDF നോട്ട് പാഠപുസ്തകം ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക്